We are going to start. All of you take your textbook. Okay, take page number 28. Page number 28. Discuss in the class. Discuss in the class. First question. What do you feel about the road trips? What do you feel about the road trips? Do you think this piece effectively brings to our mind the nice things about traveling? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് റോഡ് ട്രിപ്സിനെ കുറിച്ചിട്ട്? Is it nice? Do you like road trips? Do you like traveling? Say something. Do you like traveling? Unmute ചെയ്ത് പറഞ്ഞേ. എന്തെങ്കിലും പറയടോ നമ്മുടെ ക്ലാസ്സിൽ. Yes, miss. Yes, you like traveling. എന്തുകൊണ്ടാ traveling ഇഷ്ടം? Why do you like traveling? പറഞ്ഞോ. We can see many things. We can see many places. We can see many places. We can enjoy the sceneries. Then പിന്നെന്തുകൊണ്ടാ? Fate turn on a video. We can observe the towns, like we can observe the towns and villages. Observe ചെയ്യാൻ പറ്റും. പിന്നെന്തൊക്കെയാ? It brings us closer to the nature. അല്ലേ? പ്രകൃതിയോട് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളെ റോഡ് ട്രിപ്സ് സഹായിക്കില്ലേ? പ്രകൃതിയെ കൂടുതൽ അറിയാൻ വേണ്ടിട്ട്, നേച്ചറിനെ. It brings us closer to the nature. പിന്നെന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അവിടെ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Do you think this piece effectively brings to our mind the nice things about traveling? Traveling എന്താ ആ നൈസ് എക്സ്പീരിയൻസ് എഫക്റ്റീവ് ആയിട്ട് ഈ പീസിൽ നമ്മുടെ ഈ ഡയറി എൻട്രീസ് നമ്മളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം എന്താ? This piece illustrates that very well. The writer records her observations of the woman in the village and writes beautiful descriptions of the scenery. അല്ലേ? എന്താ റൈറ്റർ പറഞ്ഞിട്ടുള്ളത്? The writer observes that woman. She gives the observations about that woman in the village and she write the beautiful descriptions of the nature. ഒരുപാട് നമ്മുടെ നേച്ചറിനെ കുറിച്ച് എഴുതിയിട്ടില്ലേ? അതുപോലെ തന്നെ ആ വില്ലേജില് എത്ര ഭംഗിയായിട്ടാണ് ആ സ്ത്രീ ആ കോട്ട് തലയിൽ വെച്ച് നടന്നു പോയത് എന്ന് പറയുന്നില്ലേ? ഇതൊക്കെ എന്താ? അവളുടെ ഒബ്സർവേഷൻസ് ആണ് അല്ലേ? അങ്ങനെ അവർ റോഡ് ട്രിപ്സിന് ഇറങ്ങിയതുകൊണ്ടല്ലേ അവരത് കണ്ടത്. അതുപോലെ തന്നെ അവർ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി എന്ന് പറഞ്ഞു. എന്നിട്ടോ അവിടുന്ന് അവര് ആ ഗ്രീൻ ഗ്രാസിൽ കളിച്ചു എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താ? This piece is talking all about the beauty of nature. അല്ലേ? നേച്ചറിന്റെ ബ്യൂട്ടിനെ കുറിച്ചിട്ടല്ലേ ഈ പീസ് മൊത്തം പറയുന്നത്. ഈ പീസ് മീൻസ് ഡയറി എൻട്രീസ്. ഡയറി എൻട്രീസിനാണ് മിസ് ഇവിടെ പീസ് എന്ന് പറയുന്നത്. ഓക്കെ. Then next, which is the next question? What are some of the negative aspects of road trips? Road trips ന്റെ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? Have any been mentioned in the piece? Can you think of any? What are the negative aspects of road trips? What do you think? What are the negative aspects of road trips? എന്തൊക്കെയാണോ? It will make environmental issues. അല്ലേ? എങ്ങനെയൊക്കെയാ? നോക്ക. Road trips also have some disadvantages. Disadvantages means what? Demerits. Road trips also have some disadvantages. They are not very economical. It also leads to more consumption of fuel as compared to using public transport.
കുറച്ച് ഇക്കണോമിക്കൽ ആയിരിക്കും. കാരണം എന്താ, നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ട് അതായത് ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്യൂവലിന്റെ ഒക്കെ പൈസ വരുന്നില്ല. ഇപ്പൊ നമുക്ക് പയ്യന്നൂരേക്കൊക്കെ കുറച്ച് ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് ബസ്സിന് കയറി കോമൺ ആയിട്ട് എല്ലാവരും കയറുന്ന പോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയ ബസ്സിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഈവൻ നമ്മൾ കാറിൽ പോവുകയാണ്, നമ്മൾ അതിന് എന്ത് ചെയ്യണം? എണ്ണ അടിക്കണ്ടേ? അതെന്താ, ഇക്കണോമിക്കൽ ആണ് അല്ലേ? ഓക്കെ. The increase in pollution is also an environmental issue associated with the road trips, along with increased traffic on roads that run through less populated areas of the country. എന്താ പറഞ്ഞത് നോക്കുക, പൊല്യൂഷൻ. എങ്ങനെയുള്ള പൊല്യൂഷൻ ആണ്? വാഹനങ്ങളുടെ ഒക്കെ പുക അല്ലെ? ഒരുപാട് എല്ലാവരും ഇതുപോലെ റോഡ് ട്രിപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര വാഹനങ്ങളായിരിക്കും റോഡില്. ഇപ്പൊ തന്നെ ഒരു ടൗണിൽ പോയി കഴിഞ്ഞാല് ആ പോകുന്ന ആൾക്കാർക്കൊക്കെ ബസ്സിലും അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ എത്ര വാഹനങ്ങളുടെ കുറവ് വരും റോഡില്? ട്രാഫിക് ജാം ഉണ്ടാവോ? എന്താ, റോഡ് ട്രിപ്സ് ട്രാഫിക് ജാംസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ട്രാഫിക് ജാം ഉണ്ടാക്കുമ്പോൾ ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് വാഹനങ്ങൾ കൂടിയിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. അതിന്റെ ഒക്കെ പുക എങ്ങോട്ടേക്കാ പോകുന്നത്? എൻവയോൺമെന്റിലേക്കല്ലേ പോകുന്നത് അല്ലേ? ഓക്കെ. Then next, a road trip also takes time and can be tiring. This drawback has been mentioned by the writer in her last diary entry. അതുപോലെ പറയുന്നുണ്ട് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലേ? ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നമുക്ക് റോഡ് ട്രിപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നിർത്താം. അതെന്താ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിംഗ് ആൻഡ് ടയറിംഗ്. ലാസ്റ്റ് പറയുന്നുണ്ട് എന്താ, പോയി മടുത്തിട്ട് കിടന്നുറങ്ങി എന്ന് പറയുന്നുണ്ട്, ടയേർഡ് ആയിട്ടുണ്ട് പറയുന്നുണ്ട്. അപ്പൊ റോഡ് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ എന്താ, we became tired after the road trip. Okay, Faith, turn on a video. Faith, turn on a video. Okay, ഇതിന്റെ ആൻസർ മിസ് നോട്ടിൽ തരാം, ഇന്ന് തരാം, എഴുതിയെടുക്കാം. ഓക്കെ. നെക്സ്റ്റ്, വേർഡ്സ് ഇൻ യൂസ്. കുറച്ച് സ്പീഡിലാണ് മിസ് പോകുന്നത്. കുറച്ച് സ്പീഡിൽ പോയാലേ നമ്മുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, പേജ് നമ്പർ 28, ലാസ്റ്റ് വൺ, വേർഡ്സ് ഇൻ യൂസ്. ഓക്കെ. E, the word light, L-I-G-H-T, light. The word light used as an adjective can mean many things. What do you mean by adjective? Adjective എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗം പറഞ്ഞു, എനിക്കിപ്പോ ആൻസർ കിട്ടണം. എന്താ അഡ്ജക്റ്റീവ്? ആൻമരിയ, what do you mean by a noun? എന്തേ ഫെയ്ത്തേ, ഷോൺ ഷാജൻ, എന്താ noun എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സെവൻത്തിൽ പഠിക്കുന്ന കുട്ടികളല്ലേ നിങ്ങള് അല്ലേ? എത്രയല്ലേ പഠിക്കുന്നത്? സെവൻത്തില്. വാട്ട് യു മീൻ ബൈ എ നൗൺ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. അറിയില്ല ആഷിക്ക്? എന്താ ആഷിക്ക്? Place, noun or things and ഏകദേശം കറക്റ്റ് ആയി, എന്നാലും ക്ലിയർ അല്ല. A noun is the name of a person, place, animal or thing. കേട്ടിട്ടുണ്ടോ? yes, കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെയാ കേട്ടെ? A noun is the name of a person, place, animal or thing. വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ ആനിമൽസിന്റെയോ സാധനങ്ങളുടെയോ പേരിനെ കുറിക്കുന്ന പദമാണ് എന്ത്? നൗൺ, നാമം. നാമത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്തോ അതാണ് അഡ്ജക്റ്റീവ്, ക്രിയാവിശേഷണം. മനസ്സിലായോ? നാമത്തിനെ, അതായത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെ ചെയ്യുന്ന വേർഡ്സ്. ഷോൺ ഷാജൻ ഈസ് എ സ്മാർട്ട് ബോയ്. Here, boy is the noun. എങ്ങനെയുള്ള ബോയ് എന്ന് പറയുന്നത്? He is a smart boy. അപ്പൊ ആ ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ? സ്മാർട്ട് ആണ് അല്ലേ? He is a smart boy. ബോയ് ഒരു നൗൺ ആണ് അല്ലേ? ബോയ് ഒരു നൗൺ ആണ്. ആ ബോയിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? സ്മാർട്ട് ബോയ്. ഓക്കെ,
he is a smart boy. Smart is the adjective here. Adjective എന്ന് പറഞ്ഞാൽ എന്താ? നാമത്തിന്റെ ക്വാളിറ്റിയെ പറയുന്നതാണ് അല്ലേ? നാമത്തിന്റെ ക്വാളിറ്റിയെ പറയുന്ന വേർഡ് ആണ് എന്ത്? അഡ്ജക്റ്റീവ്. ഇനി ഞാൻ നാളെ വന്ന് ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുവേ. അഡ്ജക്റ്റീവ്സ് എന്താണ്? The word describes or modify a noun is called an adjective. A word, എന്റെ കൂടെ പറഞ്ഞു നോക്കിയേ, a word that describes or modify a noun is called an adjective. Ashik and Shreya Biju, turn on your video. അല്ലാതെ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നോക്കാം. അപ്പം അഡ്ജക്റ്റീവ്സ് നാളെ വരുമ്പോ കുറച്ച് അഡ്ജക്റ്റീവ്സിന്റെ പേര് എഴുതിട്ട് വാ. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതായിരുന്നു. അപ്പൊ ഫെയ്ത്തും ഷോൺഷാദിനും ഡി ആരും അത് അറ്റൻഡ് ചെയ്തിരുന്നില്ലല്ലോ നമ്മുടെ വെക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലെ. അഡ്ജക്റ്റീവ്സ് എത്രയോ നാളെ ഞാൻ പഠിപ്പിച്ചതാണ്. അഡ്ജക്റ്റീവ്സ് ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്താണ്. എന്നിട്ടോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതായിരുന്നു. ആ ക്ലാസ്സസ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യില്? ആൻമരിയുടെ കയ്യിലുണ്ടോ ക്ലാസ്സസ് ഒക്കെ? പണ്ടത്തെ ക്ലാസ്സുകൾ ഉണ്ടോ? ഹോംവർക്സ് ഉണ്ട്. അല്ലാതെ ഞാൻ ശ്രീകുട്ടി മിസ്സും ജയശ്രീ മിസ്സും പഠിപ്പിച്ച ക്ലാസ്സസ് ഉണ്ടോ കയ്യില്? ആരുടെങ്കിലും കയ്യിലുണ്ടോ? അന്ന് മിസ് അഡ്ജക്റ്റീവ്സ് എഴുതി തന്ന ഹോംവർക്സ് ഒക്കെ കയ്യിലുണ്ട്. ക്ലാസ് ഇല്ല. അത് കേട്ടിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇന്ന് തന്നെ, കേട്ടല്ലോ? Okay, next, words in use. Here, the word light, L-I-G-H-T, light. Light എന്നുള്ള വേർഡിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ നമുക്ക് ഒരു വേർഡിന് ഒരു മീനിങ് മാത്രമേ ഉണ്ടാവൂ അല്ലെ? ഇംഗ്ലീഷിന്റെ കാര്യം നോക്കുക, ഒരു വേർഡിന് തന്നെ സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, ഒരുപാട് മീനിങ്സ് ഉണ്ടാകും. ഓക്കെ, അത് നിങ്ങൾ വലുതായി കഴിയുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും. ലാംഗ്വേജ് എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആർബിട്രറി ആണെന്നൊക്കെ പഠിക്കും. അപ്പം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഓരോ വേർഡ്സിനും ഒരു മീനിങ് മാത്രമായിരിക്കില്ല, ഒരുപാട് മീനിങ്സ് ഉണ്ടാകും. അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് മാറുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. The word light, L-I-G-H-T, light used as an adjective can mean many things. അതായത് ലൈറ്റ് എന്നുള്ള വേർഡിന് തന്നെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, നോട്ട് ഹെവി. ഫോർ എക്സാമ്പിൾ, എ ലൈറ്റ് സ്യൂട്ട് കേസ്. എ ലൈറ്റ് സ്യൂട്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളറില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് കേസ് ആണെന്നാണോ മീനിങ്? അല്ല. വിച്ച് മീൻസ് ദാറ്റ് സ്യൂട്ട് കേസ് ഈസ് നോട്ട് ഹെവി അല്ലെ? അത്ര ഭാരം. ഹെവി എന്ന് വെച്ചാൽ എന്താ? ഭാരമുള്ളതാണ് അല്ലെ? അപ്പൊ സ്യൂട്ട് കേസ് അതിലൊന്നുമില്ല, ലൈറ്റ് ആയിട്ടാണ് അതിലുള്ളത് അല്ലെ? അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല, നോട്ട് ഹെവി ആണെന്നാണ് മീനിങ്. എന്താ? എ ലൈറ്റ് സ്യൂട്ട് കേസ് മീൻസ് കനമില്ലാത്ത സ്യൂട്ട് കേസ്. ഒന്നാമത്തെ വേർഡ് മീനിങ് കിട്ടിയല്ലോ, നോട്ട് ഹെവി. എ ലൈറ്റ് സ്യൂട്ട് കേസ്, എ ലൈറ്റ് സ്യൂട്ട് കേസ് കിട്ടിയല്ലോ എന്റെ മക്കൾക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A pail. Pail means what? What do you mean by pail? P-A-L-E. Pail means exact word meaning എന്താണെന്ന് അറിയോ? വിളറിയ. ഓക്കെ, pail means വിളറിയ, കളർ ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മൾ എന്താ വേറെ pail എന്നുള്ള വേർഡിന് ഇപ്പൊ എന്തെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്ക് ആയിട്ട് അവളുടെ മുഖം പെയിലായി എന്ന് നമ്മൾ പറയാറുണ്ട്. മീൻസ് അവളുടെ മുഖം വിളറി എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പെയിൽ, എ ലൈറ്റ് ബ്ലൂ. എ ലൈറ്റ് ബ്ലൂ നമ്മൾ പറയാറുണ്ട്, ഡാർക്ക് ബ്ലൂവും പറയാറുണ്ട്, ലൈറ്റ് ബ്ലൂവും പറയാറുണ്ട്. മീൻസ് ലൈറ്റ് ആയിട്ടുള്ള, അധികം കളറില്ലാത്ത. ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കളർ കൂടിയതാണ്. ലൈറ്റ് ബ്ലൂ എന്ന് പറയാറുണ്ട്. ഓക്കെ, പെയിൽ. ഫസ്റ്റ് വൺ നോട്ട് ഹെവി, നെക്സ്റ്റ് വൺ പെയിൽ. ഇനി അനദർ വൺ, സ്മോൾ ഓർ നോട്ട് മച്ച്. ലൈറ്റ് ഡിന്നർ. വി ഹാഡ് എ ലൈറ്റ് ഡിന്നർ. എങ്ങനെയുള്ള ഡിന്നറാണ്? എങ്ങനെയുള്ള ഡിന്നറാണ്? ലൈറ്റ് ആയിട്ടുള്ള ഡിന്നറാണ് അല്ലെ? സ്മോൾ ഡിന്നറാണ്, ചെറിയ ഡിന്നറാണ്. അധികം ആര് വലിച്ച് കഴിച്ചിട്ടൊന്നുമില്ല, ചെറിയ, നോട്ട് മച്ച്, കുറച്ച് മാത്രം കഴിച്ചൊരു ഡിന്നർ ആയിരുന്നു. അപ്പൊ വേർഡ് മീനിങ്സ് കിട്ടിയല്ലോ. ഫസ്റ്റ് വൺ
not heavy. Next one, pale. Another one, small or not much. Small or not much. മക്കൾക്ക് കിട്ടിയല്ലോ മീനിങ്? മീനിങ് കിട്ടിയല്ലോ? First one, not heavy. Another one, a pale. And last one, small or not much. In page number 29. Page number 29. Work with a partner. Work with a partner. Write A, B or C next to each noun. Discuss your answers in the class. നോക്ക ഇവിടെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? A not heavy, B a pale, C not much. ഈ മൂന്നും എന്താണ്? ലൈറ്റിന്റെ വിവിധ മീനിങ്സ് ആണ്. അപ്പൊ ഇവിടെ a dash shirt, ഇവിടെ ലൈറ്റിന്റെ ഏത് മീനിങ് വരിക? A B O C നിങ്ങൾ എഴുതിയാൽ മതി. A dash shirt. A ആണോ B ആണോ C ആണോ? എന്താ? നോട്ട് ഹെവി, കനമില്ലാത്ത ഷർട്ട് എന്നാണോ പറയാ? അതോ എ പെയിൽ, അത് ലൈറ്റ് ബ്ലൂ, കളർ ഇല്ലാത്ത ഷർട്ട് എന്നാണോ പറയാ? സി, സ്മോൾ ഓർ നോട്ട് മച്ച് ഷർട്ട് എന്നാണോ പറയാ? ഏതാ പറയാ? എ ആണോ ബി ആണോ സി ആണോ? ബി ആണല്ലേ? റൈറ്റ് ബി. അവിടെ ബി എഴുതുക. ഫസ്റ്റ് വൺ എന്റെ തൊട്ട് അപ്പുറത്ത് ബി എന്ന് എഴുതുക. ഓക്കെ, ബി. Another one, no, നമുക്ക് അവിടെ എന്ത് എഴുതാം? ലൈറ്റ് ഷർട്ട് നമ്മൾ പറയാറില്ല അല്ലെ? പക്ഷെ നമ്മൾ എന്ത് പറയും? ഇപ്പൊ വലിയ കനമില്ലാത്ത ഒരു ഷർട്ട് എന്ന് പറയാറില്ലേ മക്കളെ? കനമില്ലാത്ത ഷർട്ടും ചില ഷർട്ട്സ് എങ്ങനെയാവാം? ഭയങ്കര തടിച്ചതാവാം, നമുക്ക് ഉപയോഗിക്കാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കാം. പക്ഷെ ചിലതെന്നുണ്ട് കനമില്ലാത്ത ഷർട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എ എഴുതിക്കോളൂ അവിടെ. ഫസ്റ്റ് വൺ എ. എ ഫസ്റ്റ് വൺ എ ആണ് അവിടെ എഴുതേണ്ടത്. എ എഴുത മക്കളെ. നെക്സ്റ്റ് വൺ നോക്ക, എ ഡാഷ് ഗ്രീൻ ഷർട്ട്. എ ലൈറ്റ് ഗ്രീൻ ഷർട്ട് എന്നല്ലേ നമ്മൾ പറയാറ് അല്ലേ? സോ ദെൻ റൈറ്റ് ബി. സെക്കൻഡ് വൺ ബി. എ ലൈറ്റ് ഗ്രീൻ ഷർട്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു, ഡാർക്ക് ഗ്രീൻ അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ നോക്ക, സോസ് പാൻ. സോസ് പാൻ ഏതാ പറയാ? നോട്ട് ഹെവി ആണോ, പെയിൽ ആണോ, സ്മോൾ ആണോ, ഓർ നോട്ട് മച്ച് ആണോ? എ. റൈറ്റ് എ. തേർഡ് വൺ എ. എ ലൈറ്റ് സോസ് പാൻ. ഓക്കെ, തേർഡ് വൺ എ. നെക്സ്റ്റ് ഫോർത്ത് വൺ. ഫോർത്ത് വൺ ഏതാണ്? എ ആണോ ബി ആണോ സി ആണോ? പറഞ്ഞ മക്കളെ. C. C. Very good. C. Right. A light snack. C. Fifth one. A dash table. A dash table. Fifth one. A. Right A. Fifth one A. Fifth one A. Next, sixth one. Dash sky. Dash sky. A B O C. B. Very good. B. Right B. Right B. In the seventh one, a dash school bag. A dash school bag. Karna. A. A dash school bag. Very good. Seventh one A. Seventh one A. Next, eighth one. A dash breathing. Dash breathing. A. Right A. എഴുതു മക്കളെ A. Ninth one. Ninth one. C. 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 Very good. C. 10th one. Dash work. C. 10th one. C. Next, 11th one. 11th one. 11th one. Eda. B.
dash eyes, വിളറിയ കണ്ണുകൾ, pale. Last 12th one, a dash pencil. B, right, B. Okay, next word order. Understand grammar. Understand grammar. Punctuate the following. Punctuate the following. Okay, നോക്ക. Punctuate the following എന്ന് വെച്ചാൽ എന്താ? കുത്തും കോമയും ഒക്കെ ശരിയായിട്ട് ഇട്ടിട്ടുണ്ടോ നോക്കാണ് അല്ലേ? അതല്ലേ punctuation correct ആണ്. punctuation എന്താ? ഒരു സെന്റൻസ് അവസാനിക്കുമ്പോ ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ, അത് ക്വസ്റ്റ്യൻ മാർക്ക് ആണോ എന്നൊക്കെ, അതായത് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണോ, അതൊക്കെ നോക്കുന്നല്ലേ, അങ്ങനെയല്ലേ പങ്ക്ച്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ നോക്ക. ഫസ്റ്റ് വൺ, we can sit under the trees. വേർഡ് ഓർഡറിലൊന്നും മിസ്റ്റേക്ക് ഇല്ല അവിടെ. we can sit under the trees. പങ്ക്ച്വേഷൻ മാത്രം നോക്കിയാൽ മതി. എന്താ അതിന്, എന്താ ഇവിടെ പങ്ക്ച്വേറ്റ് ചെയ്യേണ്ടത്? ഫുൾ സ്റ്റോപ്പ്. വെരി ഗുഡ്. We can sit under the trees. Give a full stop. Give a full stop. Give a full stop. Next, second one. Can we sit under the trees? Can we sit under the trees? Question mark. That's a question. Then put a question mark. Question mark. Third one. Why do we have monsoon in India? Question mark. Question mark. Very good. Fourth one. Do we have monsoon in India? Question mark. Question mark. Do we have monsoon in India? Question mark. Question mark. ഇനി ആ സെന്റൻസ് നോക്കാം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ നോക്കാം. We do have monsoon in India. Question We do. mark. Full stop. Full stop. സ്റ്റേറ്റ്മെന്റ് ആയത് മനസ്സിലായോ? ഫുൾ സ്റ്റോപ്പ്. എന്തേ ഷോണേ? We have monsoon in India. Okay. This is a good place to start. Full stop. Stop. Yes. Okay, next. Is this a good place to start? Question mark. Question mark. Eighth one. Where are you going for your holidays? Question mark. Question mark. Very good. Ninth one. Are you going to Shimla for your holidays? Question mark. Question mark. 10th one. I am going to Shimla for my holidays. Full stop. ഓക്കെ, അപ്പൊ അത് ചെയ്തു തന്നില്ലേ? ഈസി ആയിട്ട് ചെയ്തു അല്ലേ? ഇനി നോക്ക, സെന്റൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് വൺ, we can sit under the trees. നമുക്ക് ട്രീസിന്റെ താഴെ, ട്രീസിന്റെ അടിയിൽ, മരങ്ങളുടെ അടിയിൽ ഇരിക്കാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് അതേ സെന്റൻസ് ഒന്ന് ആ വേർഡ് ഓർഡർ മാറ്റി ഇട്ടതാണ് താഴെ. നോക്കിയേ സെക്കൻഡ് സെന്റൻസ്. ആ ക്യാൻ എന്നുള്ളത് ഫസ്റ്റ് എഴുതി. Can we sit under the trees? ആ ക്യാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോ അത് എന്തായി? ക്വസ്റ്റ്യൻ ആയി. അപ്പൊ വേർഡ് ഓർഡർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. ഇപ്പോഴത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ചെയ്തോ? വായിച്ചു നോക്കിയോ? ഓക്കെ. What do you notice about the word order in the sentences? Discuss with a friend. നിങ്ങൾക്ക് എന്താ ഇപ്പൊ തോന്നിയത്? What do you feel about this sentences? എന്താ തോന്നിയേ? നമുക്കിപ്പോ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഫുൾ സ്റ്റോപ്സിൽ അവസാനിക്കുന്ന സെന്റൻസ് ഏതൊക്കെ ടൈപ്പ് ആവാം? ഒന്നുകിൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്
ഇംപെറേറ്റീവ് സെന്റൻസ് ആയിരിക്കാം. ഇവിടെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡർ ഒന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ എന്താക്കാം, ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. മനസ്സിലായോ? നോക്ക, where are you going for your holidays? Are you going to Shimla for your holidays? ഇനി അതൊന്ന് മാറ്റി, I am going to Shimla for my holidays. ആ വേർഡ് ഓർഡർ, സ്റ്റേറ്റ്മെന്റിന്റെ വേർഡ് ഓർഡർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ വേർഡ് ഓർഡർ തിരിച്ചൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്നുകിൽ നമുക്ക് അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കാം, സ്റ്റേറ്റ്മെന്റിന് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അവിടെ ബോക്സിൽ ഒരു കുഞ്ഞു കാര്യം കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യം നോക്കിയേ. When we ask questions, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് we change the order of the words. The helping verb comes before the subject. നോക്ക് മക്കളെ, the helping verb comes before the subject. We can sit under the trees. We can sit under the trees എന്തായി മാറി? Can we sit under the trees? Can അവിടെ എന്താ, ഹെൽപ്പിംഗ് വെർബ് ആയിരുന്നു അല്ലേ? ആ ഹെൽപ്പിംഗ് വെർബ് ആയ can മുന്നിലേക്ക് മാറി. We can, സെക്കൻഡിലല്ലേ can വന്നിട്ടുള്ളത്, can എന്തായി, ഫസ്റ്റിലേക്ക് വന്നു അല്ലേ? We can sit under the trees. Can we sit under the trees? It became a question. Okay, next, this is a good place to eat. ആരാണ് ഫെയ്ത്തെ? This is a good place to eat. അതെങ്ങനെ മാറിയത്? Is this a good place to eat? Sorry, Miss Anitya. What are you doing there, Faith? Are you listening in the class? Okay. This is a good place to eat. നോക്ക, ആ ഈസ് എന്നുള്ള സെക്കൻഡ് ഹെൽപ്പിംഗ് വെർബ് എന്തായി, ഈസ് മുന്നിലേക്ക് വന്നു അല്ലേ? വേർഡ് ഓർഡർ എല്ലാവരും ബുക്ക് നോക്കിയേ. ഈസ് എങ്ങോട്ടേക്ക് വന്നു? ആ സെന്റൻസിന്റെ മുന്നിലേക്ക് വന്നു, ഫസ്റ്റിലേക്ക് വന്നു. അപ്പൊ എന്തായി മാറി? ഈസ് ദിസ് എ ഗുഡ് പ്ലേസ് ടു ഈറ്റ്? ഈസ് ദിസ് എ ഗുഡ് പ്ലേസ് ടു ഈറ്റ്? When we use interrogatives or question words, we place them at the beginning of the sentence. ഇനി നമ്മള് സ്റ്റേറ്റ്മെന്റിനെ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാർക്ക് എവിടെ, സോറി ക്വസ്റ്റ്യൻ വേർഡ്സ് എവിടെ എഴുതുക? ഫ്രണ്ടിലായിട്ട് എഴുതുക, സെന്റൻസിന്റെ സ്റ്റാർട്ടിംഗിലായിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ നോക്കാം, the farm is in Shimla. The farm is in Shimla. Where is the farm? Where is the farm? ആ നോക്കിയേ, ആ where എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് എവിടെ വന്നു? ഇല്ല, the farm is in Shimla where എന്ന് എഴുതിയേ പറ്റുമോ? ഇല്ല. ആ ക്വസ്റ്റ്യൻ വേർഡ്സ് എവിടെ തന്നെ എഴുതണം? ഫ്രണ്ടിൽ തന്നെ എഴുതണം. Where is the farm in Shimla? Where is the farm in Shimla? ഓക്കെ, അപ്പൊ വേർഡ് ഓർഡർ മനസ്സിലായോ? വേർഡ് ഓർഡർ മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റിനെ ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹെൽപ്പിംഗ് വേർഡ് മുന്നിലെടുത്ത് എഴുതുക, അല്ലെങ്കിൽ വേറെ എന്ത് എഴുതുക? The farm is in Shimla. എവിടെയാണ് ഫാം എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ വേർഡ് മുന്നിലെടുത്ത് എഴുതിയാൽ മതി. Where is the farm? Where is the farm? The farm is in Shimla. Where is the farm? The farm is in Shimla. നെക്സ്റ്റ് വർക്ക് നോക്കുക, യൂസ് ഗ്രാമർ. അതും കൂടി ഇന്ന് തീർത്ത് കഴിഞ്ഞാല് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോക്കിയേ, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ വരുന്ന സമയത്ത് എത്ര സ്പീഡിലായിട്ട് തീരുന്നേ നോക്കിയേ. യൂസ് ഗ്രാമർ. Use grammar. Work with a partner. Complete this dialogue between Neha, the girl whose diary you read, and her friend using suitable questions or statement of your own. ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ടോ എന്റെ മക്കൾക്ക്? ഇല്ല. നോക്ക, നമ്മുടെ ഡയറി എൻട്രീസ്, ആരുടെ ഡയറി എൻട്രീസ് നമ്മൾ വായിച്ചത്? ഷോണെ, ആരുടെ ഡയറി എൻട്രീസ് നമ്മൾ വായിച്ചത്? ആരുടേതാ? ഒന്ന് മറിച്ചു നോക്കിയേ. നേഹ, സഖൂജ. നിങ്ങൾ നേഹയാണെന്ന് സങ്കല്പിക്കുക, നിങ്ങൾ നേഹയാണെന്ന് വിചാരിക്കുക. വർക്ക് വിത്ത് എ പാർട്ണർ കംപ്ലീറ്റ്സ് ദിസ് ഡയലോഗ് ബിറ്റ്വീൻ നേഹ, ദ ഗേൾ ഹൂസ് ഡയറി യു റീഡ്, ആൻഡ് ഹർ ഫ്രണ്ട്. നിങ്ങളുടെ ഒരു ഫ്രണ്ടും ഉണ്ട്.
യൂസിങ് സൂട്ടബിൾ ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് യുവർ ഓൺ. അപ്പൊ നിങ്ങള് നേഹയും നേഹയുടെ ഫ്രണ്ടും, ഇപ്പൊ നേഹ ആരാ? നിങ്ങളാണല്ലേ. നേഹയും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം ഫസ്റ്റ് വൺ. ഫ്രണ്ട്, വേർ ഡിഡ് യു ഗോ ദിസ് വീക്കെൻഡ്? നീ ഈ വീക്കെൻഡിൽ എവിടത്തേക്കാ പോയത്? അപ്പൊ നേഹ എന്താ ആൻസർ പറയേണ്ടത്? എന്തായിരിക്കും നേഹ ആൻസർ പറയാ? പറഞ്ഞോ. We went to Shimla to meet my grandparents. അല്ലേ? നമ്മൾ ഷിംലയിലേക്കാ പോയത്. എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ വേണ്ടിട്ടാണ് പോയത്. We went to Shimla to meet my grandparents. അപ്പൊ ഒന്നാമത്തെ കോൺവെർസേഷൻ അവിടെ ഫിൽ ആയില്ലേ? We went to Shimla to meet my grandparents. We went to Shimla to meet my grandparents. Next one, friend. പിന്നെ ഫ്രണ്ട് അടുത്ത ചോദിക്കാണ്. അവിടെ ആൻസർ എന്താണ്? It was beautiful. My grandparents live on a farm there. നേഹ ആൻസർ പറഞ്ഞ് നമ്മുടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? It was beautiful. My grandparents live on a farm there. അപ്പൊ എന്താ ചോദിച്ചാലായിരിക്കും നേഹ അങ്ങനെ ആൻസർ പറയേണ്ടത്? How was Shimla? എങ്ങനെയായിരുന്നു ഷിംലയില്? നീ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഷിംല? How was Shimla? അപ്പോഴായിരിക്കും നേഹ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? It was beautiful. My grandparents live on the farm there. Okay. ഇനി നെക്സ്റ്റ് ഫ്രണ്ട് ചോദിക്കാണ്. നെക്സ്റ്റ്, Did you drive all the way? നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതായിരുന്നോ ചെയ്തത്? Did you drive all the way? അപ്പൊ എന്താ ആൻസർ പറയാ? ഒന്ന് ആൻസർ പറഞ്ഞു നോക്കിയേ. Did you drive all the way? We did. It was picturesque. Means what? ഏതൊക്കെ ഇപ്പൊ പറഞ്ഞു? Where did you go this weekend? അപ്പൊ എന്താ ആൻസർ പറയാ? We went to Shimla to meet my grandparents. സമയ. Okay, next. Next question എന്താ? How was Shimla? How was Shimla? Okay, അപ്പൊ എന്താ? It was beautiful. My grandparents live on a farm there. My grandparents live on a farm there. Next question. Did you drive all the way? We did it. It was picturesque. Means what? അങ്ങനെ പറഞ്ഞാൽ എന്താ? ചിത്രം വരച്ച പോലെയായിരുന്നു അല്ലേ? ചിത്രത്തിലൊക്കെ നമ്മൾ കാണുന്ന പോലെയാന്ന് പറയില്ലേ? നമ്മളിപ്പോ ഒന്ന് വർണ്ണിച്ചു പറയില്ലടോ. എങ്ങനെ ഉണ്ടായിരുന്നു നിൽക്കുന്ന സമയത്ത്? ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ട് ചോദിക്കുകയാണ്. ലാസ്റ്റ് വൺ. Did you drive all the way? അത് പറഞ്ഞു. What did you do on the farm? അപ്പൊ ഫാമിലാണ് ഗ്രാൻഡ് പാരന്റ്സ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രണ്ട് ചോദിക്കണം. What did you do on the farm? നീ എന്താ ഫാമിൽ ചെയ്തത്? What did you do on the farm? നീ എന്താ ഫാമിൽ ചെയ്തത്? What did you do on the farm? We helped pick fruits and pack them. അപ്പൊ ഗ്രാൻഡ് പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? We helped pick fruits and pack them. നമ്മള് ഫ്രൂട്ട്സ് പറിക്കാനും അത് പാക്ക് ചെയ്യാനൊക്കെ സഹായിച്ചു. അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ലേ? റോൾ പ്ലേ ദ കോൺവെർസേഷൻ വിത്ത് അതർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആ ക്വസ്റ്റ്യൻസ് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് മതി. നമുക്ക് ഒന്നാമതേ സമയമില്ല അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ എടുക്കേണ്ടത്? Around the world in 80 days. Around the world in the 80 days. Next lesson. Next Monday എടുക്കാം കേട്ടോ. ഓക്കെ, മിസ് ഇന്ന് വാട്സാപ്പിൽ നോട്ട് തരാം. ബൈ. സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. നല്ല മക്കളായിട്ട് വരണേ തിങ്കളാഴ്ചയും.